നമുക്കൊന്ന് സിമ്പിളായിട്ടൊരു പാസ്ത ഉണ്ടാക്കിയാലോ. ഒരു ചെമ്പട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുക. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ, ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് വേവിക്കാൻ വെക്കുക. പിന്നെ കുറച്ച് ചിക്കൻ എടുക്കുക, ചെറിയ പീസുകളാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് അതിലേക്ക് ചിക്കൻ മസാല, പിന്നെ ഉപ്പ്, ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് അത് വേവിക്കാൻ വെക്കുക. അപ്പോൾ അതിന് നമ്മൾ പാസ്ത വെന്തുണ്ടാവും. അതൊന്ന് ഒരു ഊറ്റുവട്ടയിലേക്ക് ഇട്ട് ഊറ്റിയെടുക്കുക. പിന്നെ പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത്, അതായത് കൊത്തി അരിഞ്ഞ ഉള്ളി ഇട്ട് വഴറ്റി കൊടുക്കുക. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി ചെറുതായി തന്നെ അരിയണം, എന്നാലേ പിന്നെ അത് അതിൻ്റെ കൂടെ മിക്സ് ആവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഉള്ളി വേറെ കിടക്കും. ഒരു പച്ചമുളക് ഇട്ടത് എനിക്കിവിടെ മോള് കഴിക്കുന്നതുകൊണ്ട് അധികം സ്പൈസി ആവേണ്ട വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നന്നായിട്ട് വാടി കിട്ടട്ടെ കേട്ടോ. നല്ല രീതിക്ക് വാടി ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ ചില്ലി ചിക്കൻ മസാല ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ചിക്കൻ മസാല ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നു പോയതാ. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതോ പേസ്റ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ അന്ന് പോയി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിരുന്നു, അത് ലാസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പച്ചമണം മാറാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തു, നമ്മളെ തക്കാളി സോസ്. കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുത്തു. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനില്ലേ, അതൊന്ന് ഇങ്ങനെ പിച്ചിയിട്ട് അതും ഇട്ട് കൊടുത്തു കേട്ടോ. ചെറുതാക്കിയതിന് ശേഷം അതും ഇട്ട് കൊടുത്തു. വലിയ കഷ്ണങ്ങളുടെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് അത് നന്നായിട്ട് ആ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പാസ്ത വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് എന്നിട്ട് നല്ല രീതിക്ക് മിക്സാക്കി എടുക്കുക. നമ്മൾ സിമ്പിൾ പാസ്ത റെഡി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.